ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഞാൻ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. എന്റെ പേര് ജിൻസൺ ജോസഫ് എന്നാണ്. ഞാൻ ഹൈദരാബാദിലാണ് വളർന്നത്. തെലങ്കാന ഹൈദരാബാദിലാണ് വളർന്നത്. എന്റെ പപ്പയും മമ്മിയും ഇപ്പോഴും ഹൈദരാബാദിൽ ദൈവവേലയിലായിരിക്കുന്നു. അവർ മിഷണറിമാരായിട്ട് ഏകദേശം ഒരു 22 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളം വിട്ടുകൊണ്ട് ഹൈദരാബാദ്, അന്ന് ആന്ധ്രാപ്രദേശ് ആയിരുന്നു, हैदराबाद कड़न मेरा नाम मैंने बताया, मेरा नाम जिनसन है, मेरा पापा मम्मी सेवकाई कर रहा है हैदराबाद में, जो तेलंगाना में है। लगभग 20 साल से ज्यादा हो गया पापा मम्मी वहां सेवकाई में है. കോട്ടയത്ത് വൈക്കത്ത് എവിടെയാണ് ജനിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് എക്സാക്ട് സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വളരെ ചെറിയ സമയത്താണ് ഞാൻ കടന്നു പോയത്. ഇവിടെ സഹോദരന്മാർ കടന്നു വന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അവർ പറഞ്ഞു ദൈവത്തെ അവർ എങ്ങനെയാണ് അറിഞ്ഞതെന്ന്. എന്നാൽ ഒരു റോമൻ കാത്തലിക് കുടുംബത്തിൽ ജനിച്ച ഞാൻ ഒരു റോമൻ കാത്തലിക് കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ ഞാൻ എന്റെ പപ്പയും മമ്മിയും എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഈ ദൈവത്തിന്റെ പിന്നാലെ പോയപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അവിടെയും യേശുക്രിസ്തുവിനെ തന്നെയാണ് ആരാധിക്കുന്നത്, ഇവിടെയും യേശുക്രിസ്തുവിനെ തന്നെയാണ് ആരാധിക്കുന്നത്. അങ്ങനെ വലിയ കൺഫ്യൂഷൻ നടക്കായിരുന്നു ഞാൻ ജീവിച്ചത്. അപ്പോൾ അവരും പറയുകയുണ്ടായി അവരുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ പല ദൈവത്തിൽ ഒരു ദൈവമായിട്ടാണ് അവർ ആദ്യം കണക്കാക്കിയത്. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ഇത് അങ്ങനെ ഒരു ദൈവത്തെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത് എന്നാണ്. मेरा परिवार एक रोमन कैथोलिक परिवार में था. उस समय जब से लेकर मेरा पापा मम्मी सेवकाई के लिए निकल के गया, मैं सोच रहा था वहां भी हम यीशु मसीह का नाम लेता है, इधर भी हम यीशु मसीह का नाम लेता है. उसके बाद मुझे समझ आ गया वहां मूर्तियों को रखते हुए आराधना करता है, इधर तो वो नहीं है, जिंदा परमेश्वर को हम आराधना करता है. अगर हम बात किया तो हमसे उत्तर देने वाला परमेश्वर से मैं बात कर रहा हूं. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത മൂകമായ പ്രതിമകളോടല്ല ഞാൻ ആരാധിക്കേണ്ടത്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്റെ പപ്പയും മമ്മിയും എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഈ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കേണ്ടതായത്. അതിനുശേഷം പലവിധമായ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. ഏകദേശം ഞാൻ 12ാം ക്ലാസ് എത്തുന്നവരെ വിശ്വാസിയായിരുന്നു, ഒരു പാസ്റ്ററിന്റെ മകനായിരുന്നു. പക്ഷെ ഞാൻ ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നു എന്ന് എനിക്ക് വേണം തുറന്നു പറയാം. എന്റെ ജീവിതം അങ്ങനെയായിരുന്നു. അവർ പറഞ്ഞ പോലെ തന്നെ ഒരു ജീവിതത്തിലായിരുന്നു ഞാനും. എന്റേതായ ചില പ്ലാനുകൾ പദ്ധതികൾ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എവിടേക്കാണോ ഞാൻ തോറ്റുപോകുമെന്ന് വിചാരിച്ചത് അവിടെ ഞാൻ ഈ പ്രാർത്ഥനയാൽ മുന്നേറിയ സാക്ഷ്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ അതിനുശേഷം വീണ്ടും തളർന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ 12ാം ക്ലാസ് പഠിച്ചതിന് ശേഷം ഹൈദരാബാദിൽ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിൽ ഞാൻ അപ്രന്റീസായി ജോയിൻ ചെയ്ത സമയത്താണ് എന്റെ പിതാവ് എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞത്. എന്റെ പിതാവ് പറഞ്ഞ ഒരു കാര്യമാണ്, നീയും എന്നെ പോലെ തന്നെ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദൈവദാസനായി തീരണമെന്ന്. അപ്പോൾ താൻ പറഞ്ഞത് നിന്നെ അതിനുവേണ്ടിയാണ് ഞങ്ങൾ സമർപ്പിച്ചത്, പക്ഷെ ഇപ്പോൾ നീ ജീവിക്കുന്ന ജീവിതം അതിന് തക്കവണ്ണമുള്ള ജീവിതമല്ല. താൻ വളരെ ദുഃഖത്തോടാണ് എന്നോട് പറഞ്ഞത്. मेरा पिता ने मुझे बोला तू मेरे लिए काम करना है, मेरी जैसा तू भी एक सेवक बनना है करके मुझे बोला. मैंने बोला बिल्कुल नहीं होगा. ഞാൻ നോ എന്ന് പറയാൻ കാരണം എന്റെ പിതാവും മാതാവും അവർ അനുഭവിച്ച കഷ്ടത്തിന്റെ നഷ്ടത്തിന്റെ കഥകൾ ഞാൻ എന്റെ കൺമുമ്പിലൂടെ കണ്ടുകൊണ്ടാണ് വളർന്നത്. അപ്പോൾ അതിലേക്ക് പോകുവാനായിട്ട് എനിക്ക് ഒരിക്കലും ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞു ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അതാകത്തില്ല എന്ന്. പക്ഷെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ 2.5 വർഷക്കാലമായി ഞാൻ ദൈവത്തിന്റെ വേലയുമായിട്ട് കേരളത്തിൽ കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നിരക്കുന്നതല്ല ദൈവം നമ്മളെ കുറിച്ച് നിരച്ചു വെച്ചിരിക്കുന്നത്. जो हम हमारे बारे में सोचता है वो सोच नहीं है, प्रभु हमारे बारे में सोच के रखता है. हमारा कर्तव्य ये है प्रभु का सोच हमारे जीवन के बारे में क्या है वो सोच को हम जानना है. हालेलൂയ. നമ്മുടെ ഒരു കർത്തവ്യം ഇതാണ്, ദൈവം എന്നെയും നിങ്ങളെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹത്തെ നമ്മൾ രുചിച്ചറിയുകയാണ് വേണ്ടത്. പലപ്പോഴും നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്ത് അത് പ്രാർത്ഥന വിഷയമാക്കി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി ഇരിക്കാറുണ്ട്. എന്റെ ജീവിതത്തിൽ അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. ചില സമയത്ത് ദൈവം പറയും ഇപ്പോഴല്ല, ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ദൈവം നമുക്ക് നേരിട്ട് വചനത്തിലൂടെ സംസാരിക്കും, ഇതല്ല, ഈ പ്രാർത്ഥന നിനക്കുള്ള വിഷയമല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ സന്ദർഭങ്ങൾ കടന്നു വരുമ്പോൾ ഈ വിശ്വാസത്തിന്റെ ഈ ഒരു കപ്പൽ ആടി ഉലഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായി. അപ്പോഴാണ് ഞാൻ എന്റെ ഉപ്പയോട് പറഞ്ഞത് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രൊഫഷൻ എന്ന് പറയാൻ കാരണം ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. പപ്പ വളരെ ദുഃഖത്തോടാണ് തിരിച്ചു പോയത്. പിന്നെ ഞാൻ എന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഒരു സമയത്താണ് ചിങ്ങവനത്ത് കൺവെൻഷന് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്.
അപ്പോൾ ചിക്കു കുര്യാക്കോസ് ഇങ്ങനെയുള്ള പാട്ടുകാരുടെയൊക്കെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമായിരുന്നു. എന്ത് സംഭവിച്ചെന്ന് എനിക്കും അറിയത്തില്ല. പിന്നെ എന്റെ 5 വർഷക്കാലം പ്രിൻസിപ്പൽ അച്ഛനൊക്കെ പഠിച്ച ഡെഹ്റാഡൂൺ NDC കോളേജിലായിരുന്നു ചെന്നെത്തിയത്. യോന എങ്ങനെയാണോ 3 ദിവസം മത്സ്യത്തിന് വയറ്റിൽ കിടന്നത്, അതേ ഒരു അനുഭവമായിരുന്നു എനിക്ക്. ജैसे यूना ने मछली का पेड़ में 3 दिन गुजरना पड़ा, वैसे ही मेरा 5 साल मैंने बाइबल पढ़ाई के लिए बाइबल कॉलेज के अंदर जाना पड़ा. ഓരോ വർഷവും ഞാൻ വിചാരിക്കുമായിരുന്നു നിർത്തി പോരണം എന്ന്. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഞാൻ എന്നൊക്കെ വചനം പഠിക്കാനായിട്ടില്ലെങ്കിൽ എന്തൊക്കെ നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ അതിനെല്ലാം തകർത്തുകൊണ്ട് ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വരും. പ്രിൻസിപ്പൽ ചോദിച്ചാൽ അറിയാം. അവരൊക്കെ ഞങ്ങൾ സീനിയർ ആയിരുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് വേണം അവരിങ്ങനെ പറഞ്ഞു കാണും, ഇവരൊന്നും ഒരിക്കലും ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞു കാണും. കാരണം അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു ബൈബിൾ കോളേജിന്റെ അകത്തും എനിക്കുണ്ടായിരുന്നത്. 4-ാം വർഷമാണ് എന്റെ ജീവിതത്തിൽ ഈ വചനം എന്താണ്, എന്റെ പപ്പ ഈ കഷ്ടങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ആ ആത്മീക സ്നേഹം എങ്ങനെ രുചിച്ചറിയാമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാനും മനസ്സിലാക്കിയത്. जब 14 साल पढ़ रहा था तब मुझे समझ आ गया ये सेवकाई क्या है, वचन का गहराई क्या है. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ദൈവമേ എനിക്കും ഈ വഴിയിൽ കൂടെ തന്നെ നടന്നാൽ മതി. തീരുമാനമെടുത്തതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പപ്പ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, എന്റെ ചേച്ചിമാർ 2 പേരും നേഴ്സാണ്. ഒരാൾ ഡൽഹി, ഒരാൾ ഇവിടെ ഏറ്റുമാനൂരുണ്ട്. എന്റെ ഇളയ ചേച്ചിക്ക് ലങ്സിൽ വെള്ളം നിറഞ്ഞിട്ട് വളരെ വളരെ ക്രിട്ടിക്കലായി ICUലായിരിക്കുന്നു എന്ന് പറഞ്ഞ് പപ്പ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത്, ഞാനൊരു നല്ല തീരുമാനം എടുത്തപ്പോൾ എനിക്ക് എതിരിടേണ്ടി വരുന്നത് വലിയൊരു നഷ്ടമാണ്, വലിയൊരു കഷ്ടത്തിന്റെ ഒരു അനുഭവമാണ്. ഉടനെ ഞാൻ എന്റെ തീരുമാനം അവിടെ വെച്ച് തന്നെ നിർത്തി. ഞാൻ പറഞ്ഞു, ഇതെനിക്കുള്ളതല്ല. കാരണം ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയത് കൊണ്ടായിരിക്കും എന്റെ കുടുംബത്തിന് ഇങ്ങനെ ഒരു കാര്യം കടന്നു വന്നതെന്ന്. പിന്നീടുള്ള 2 വർഷക്കാലം ഞാൻ വളരെ ചിന്തിച്ചുകൊണ്ടാണ് 2 വർഷക്കാലം ഞാൻ അവിടെ ചിലവഴിച്ചത്. പല സാർമാരുടെ അടുത്ത് ഞാൻ പോയിരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷേ എന്റെ പിതാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. പ്രിയ പ്രിൻസിപ്പൽ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇട്ടേച്ചു പോയായിരുന്നോ എന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവ് സങ്കടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ 5 വർഷക്കാലം നിന്നു, ഇല്ലെങ്കിൽ ഞാൻ നിൽക്കത്തില്ലായിരുന്നു. പക്ഷേ സ്വർഗസ്നായ എന്റെ പിതാവ് എന്നെ കുറിച്ച് ചില കാര്യങ്ങൾ നനച്ചു വെച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് അതിനുശേഷമാണ് ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഞാൻ തിരഞ്ഞെടുത്തതല്ല, ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കേരളത്തിൽ കടന്നു വരണമെന്ന്. എന്റെ പപ്പയും മമ്മിയും ആട്ടി ഇറക്കി വിട്ട ഒരു ദേശമാണ് കേരളം, കോട്ടയം. അവരുടെ മുന്നിൽ ഈ ദൈവത്തിന്റെ വചനമായിട്ട് നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അവരുടെ മുന്നിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു നല്ലൊരു സമയം ഒരു ദിനം എനിക്കുണ്ടാകുമെന്ന്, എന്റെ കുടുംബത്തിനുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ എന്റെ മമ്മി വളരെ പ്രാർത്ഥിക്കുമായിരുന്നു വെച്ചാൽ ഏത് സമയത്തും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തന്റെ പിതാവ് മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് താൻ അറിയുന്നത്. കാരണം തന്റെ ചർച്ചക്കാരെല്ലാരും ഇപ്പോഴും അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് താൻ മരിച്ചുപോയി എന്നാണ്. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ഈ ദൈവത്തിന്റെ ചില കാര്യങ്ങൾ, ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് അറിയുവാനിടയായത്. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷത്തെ കുറിച്ച് അറിയുവാനിടയായത്. मेरा मम्मी का भी पापा मरने का 2 साल के बाद हमको पता चला मेरा मम्मी का पापा इस दुनिया में नहीं है, क्योंकि उनका रिश्तेदार सब उन लोगों को छोड़ दिया था. उस समय में मैंने सोचा कुछ तो है, अभी तक ये लोग विश्वास नहीं छोड़ा तो कुछ तो है. ഞാൻ അന്നാണ് വിചാരിച്ചത്, ഇപ്പോഴും ഈ വിശ്വാസം വിടാണ്ട് നിൽക്കണമെങ്കിൽ അവരെന്തോ ആഴമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് കൊറോണ വന്നത്. തീരുമാനങ്ങൾ മുന്നോട്ട് വരും. ബൈബിൾ കോളേജിൽ നിന്ന് എല്ലാവരും വീട്ടിൽ വന്നു. പപ്പയുടെ മിനിസ്ട്രി എന്ന് വെച്ചാൽ പപ്പ ഒരു വില്ലേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി ദൈവവേല അറിയിച്ചുകൊണ്ട്, പപ്പ നല്ല തയ്യക്കാരനാണ്, മമ്മിയും നന്നായിട്ട് തയ്ക്കുന്നതാണ്. അവർക്കൊരു 10-20 മിഷ്യനുമായിട്ട് അവർ വില്ലേജിൽ കടന്നുപോയി. അവിടെയുള്ള ചില ആൾക്കാരുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കി. അങ്ങനെ സുവിശേഷം അറിയിച്ച് അവിടെ കടന്നു വന്നവർക്ക് വേണ്ടി ഒരു ചർച്ച് നമ്മൾ ഉണ്ടാക്കി. അവിടെ നിന്ന് മൂവോട്ടാണ്. 7 വർഷത്തിൽ കൂടുതൽ പപ്പ ഒരു സ്ഥലത്ത് നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, മിനിസ്ട്രി എന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതെല്ലാം വരും, പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചു ഇറങ്ങി. പിന്നെ ഞാൻ വീണ്ടും ഹൈദരാബാദിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്റേതായ ചില പ്ലാനുകൾ വീണ്ടും ഞാൻ എടുത്തു. കാരണം കൊറോണയാണ്, ചർച്ചകളില്ല, എല്ലാം അടയ്ക്കപ്പെട്ട അവസ്ഥ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച വ്യക്തിയാണ്, ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി. ഒരു സ്ഥലത്തും 3 മാസത്തിൽ കൂടുതൽ നിന്നിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ഇവിടെ 2.5 വർഷക്കാലമായിട്ട് ദൈവത്തിന്റെ വേലയിൽ ഞാൻ നിൽക്കുന്നു. അതിന്റെ ജീവിതത്തിൽ വളരെ ഒരു സാക്ഷ്യമാണ്. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല,
നമ്മൾ നിലച്ചോടത്ത് നിൽക്കുവാനായിട്ടല്ല എന്റെയും നിങ്ങളുടെയും ജീവിതം. ദൈവം നിലച്ചോടത്ത് നിൽക്കുവാൻ, അവന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റുവാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തത്. നമുക്ക് വചനചിന്തയ്ക്കായി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിന്റെ 16-ാം വചനം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16 അതിന്റെ 16-ാം വചനം. आज के मन के लिए हमको लेंगे प्रेरितों का काम 16 अध्याय उसका 16 वचन. आमीन. किसी ने हिंदी में पढ़िए 16 का 16 प्रेरितों का काम 16 उसका 16 वचन. जब हम प्रार्थना करने की जगह जा रहे तो हमें एक दासी मिली जिसमें बाबे पहनने की वाली आत्मा थी और बाबे पहनने से अपने स्वामियों के लिए बहुत कुछ संभाला थी. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ആ ഒരു കഥയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസും ശീലാസും പ്രാർത്ഥനയുടെ തീരുമാനമായിട്ട് കടന്നു പോകുന്ന ഒരു സന്ദർഭം, ഒരു കഥയാണ് നമ്മളിപ്പോ വായിച്ചത്. പൗലോസും ശീലാസും എന്നാണോ ഈ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞത്, അന്ന് അവരെടുത്ത ഒരു തീരുമാനമാണ്, ഈ സ്നേഹത്തെ ഞാൻ മറ്റുള്ളവരെ അറിയിക്കും എന്നുള്ളത്. എന്റെ ജീവിതത്തിലൂടെ, എന്റെ സാക്ഷ്യത്തിലൂടെ ഈ സ്നേഹത്തെ ഞാൻ മറ്റുള്ളവരെ അറിയിക്കുമെന്നാണ്. അങ്ങനെ അവർ എത്തിയിരിക്കുന്നത് മക്കദോനിയ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവരൊരു തീരുമാനമെടുത്തു, നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം പുതിയ ചില തുടക്കത്തിന് മുന്നമേ പ്രാർത്ഥനയാൽ മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. അപ്പോൾ അവർ തീരുമാനിച്ചു, നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകാം. അവർ പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയ സ്ഥലം അതേ അധ്യായത്തിന്റെ 13-ാം വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സമയത്തിന്റെ പുറമൂലം ഓരോ വചനങ്ങൾ നമ്മൾ വായിക്കുന്നില്ല. 16-ന്റെ 13-ൽ അവർ എവിടെയാണോ പ്രാർത്ഥിക്കുവാൻ കടന്നു പോയിരിക്കുന്നത്, കടന്നു പോകാൻ ആഗ്രഹിച്ചത് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന करने के लिए सोच में एक जगह छोड़ के जा रहा है. तब क्या हुआ करके लिखा, एक स्त्री ने उनका पीछे आया, पीछे आके क्या किया, उनको बहुत परेशानी करने लगा. ഒരു സ്ത്രീ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവരുടെ പുറകെ കൂടിയിട്ട്, ഒരു സ്ത്രീ അല്ല, ഒരു ഗേൾ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്, സ്ലേവ് ഗേൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ ഏതാണ് വാക്ക്? ഒരു ബാല്യക്കാരത്തി അവരുടെ പുറകെ കൂടിക്കൊണ്ട് അവരെ വളരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടാണ് ആ ബാല്യക്കാരത്തി അവരുടെ പുറകെ കടന്നു ചെന്നത്. അത് 1-2 ദിവസം അല്ലാതെ എത്ര ദിവസമാണ് എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ അതിന്റെ താഴത്തേക്കുള്ള വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത് പല ദിവസങ്ങളിൽ ആവർത്തിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു. ये बहुत दिन तक ये जो औरत है, जो लड़की है, उनका पीछे ही आना शुरू कर दिया. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള വാക്യത്തില് 18 എഴുതി വെച്ചിരിക്കുന്നത് ആ ബാല്യക്കാരത്തി അത് വീണ്ടും വീണ്ടും ചെയ്യുവാനായിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അവിടെ വീണ്ടും എഴുതി വെച്ചിരിക്കുന്നത് പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചാണ്. 18-ാം വചനം വായിച്ചാട്ടെ. 16-ന്റെ 18. पौलुस मुशिन्य तिरिഞ്ഞു നോക്കി. वहां लिखा है पौलुस ने बहुत परेशानी होकर पीछे मुड़ के देखा. അതിന്റെ കറക്റ്റ് വാക്ക് എഴുതിയിരിക്കുന്നത് അനോയിങ്. എന്നുവെച്ചാൽ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടത് ഒരു കാര്യം, അവരെ എടുത്ത തീരുമാനം മുന്നോട്ട് പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം വളരെ ഇറിറ്റേഷൻ ആണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ എടുത്ത തീരുമാനം നല്ലതാണോ എന്ന് വരെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. अभी हम भी कुछ अच्छा सोच लेकर खड़ा होता है और जाता है, ऐसा वाला परेशानी आकर हमको क्या याद दिलाता है, तेरा ये सोच अच्छा नहीं है, तो इसको छोड़ दो. അപ്പോൾ പൗലോസിനുണ്ടായ ഒരു അനുഭവം വളരെ ഇറിറ്റേഷൻ ആയത്, വളരെ മുഷിഞ്ഞു പോയ അവസ്ഥയാണ്. പക്ഷെ അവർ വന്നത് പ്രാർത്ഥിക്കുവാനായിട്ടാണ്. പക്ഷെ പ്രാർത്ഥിക്കുവാനായിട്ട് അവർ തിരഞ്ഞെടുത്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ദൈവം നിശ്ചയിച്ചു വെച്ചിരുന്നത് ആ സ്ഥലമല്ലായിരുന്നു. അതവർ തിരിച്ചറിഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഈ ഒരു ബാല്യക്കാരത്തിൽ കടന്നു വന്നതിന് ശേഷമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർക്കുവാനായിട്ടാണ് ചില സങ്കടങ്ങൾ, ചില നഷ്ടങ്ങൾ വരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നവരാണ് പലപ്പോഴും. പക്ഷേ ഈ ബാല്യക്കാരത്തിൽ അവിടെ കടന്നു വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തുവാണെന്ന് നമ്മൾ വായിച്ചാൽ, वो जो स्त्री ने, वो लड़की ने उनके पीछे जाकर क्या बोला करके पढ़ा, तो ये दुख या दर्द या परेशानी हमारे जीवन में क्यों आता है हमको समझ आता है. वचन नंबर 17. ആ ബാല്യക്കാരത്തി പറഞ്ഞുകൊണ്ട് വന്ന കാര്യം ഇതാണ്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ അവർ വന്നിരിക്കുന്നത് എന്തിനാണ്?
രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുവാൻ വേണ്ടിയാണ് ഇവർ കടന്നു വന്നിരിക്കുന്നത്. ഇത് പറയുന്നത് दुरात्मावाल बंधिക്കപ്പെട്ട ഒരു ബാല്യക്കാരിയാണ്. ये जो बोल रहा है दुरात्मा से ग्रसित एक लड़की ने क्या बोल रहा है, ये लोग प्रभु का दास लोग है, क्या बताने के लिए आया, सुसमाचार की कहानी या उद्धार की कहानी बांटने के लिए आया. ഇതിൽ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. ചിലപ്പോൾ നമ്മുടെ പുറകിൽ നിന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന ശബ്ദങ്ങൾ ആരുടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ബാല്യക്കാരത്തി ദുരാത്മാവാൽ പീഡിക്കപ്പെട്ടിരുന്ന ഒരു ബാല്യക്കാരത്തെയാണ് പറയുന്നത്. ഇവർ ആരാണ്? ഇവർ കടന്നു വന്നത് എന്താണ്? അപ്പോൾ നമ്മൾ ചില നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ശത്രുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇവനെ ഇതിൽ മുന്നോട്ട് വിട്ടാൽ എന്റെ സ്ഥലത്ത് എനിക്ക് സ്ഥാനമില്ലാതെയായി പോകും. जब हम अच्छा सोच लेकर आगे चलता है, हमारे शत्रुओं को बहुत अच्छे से पता चलता है, इनको मैंने आगे भेजा तो मेरी जमीन पे मुझको जगह नहीं मिलेगा. അതുകൊണ്ടാണ് ബാലികാരത്തി പറഞ്ഞത്, ഇവർ വരുന്നതിന് ഉദ്ദേശമുണ്ട്. വരുന്നതിന് ഉദ്ദേശം വേറൊന്നുമല്ല, ഈ രക്ഷയുടെ മാർഗം ഇവിടെ കാണിക്കുവാനായിട്ടാണ്. അതിനുശേഷം താഴത്തേക്ക് വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് തിരിഞ്ഞു മുഷിഞ്ഞു പോയി, ഇതെല്ലാം ഉണ്ട്. പക്ഷെ പൗലോസിന്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും മുഷിഞ്ഞില്ല. തന്റെ ആത്മാവിൽ താൻ മുഷിഞ്ഞു പോയില്ല. അതുകൊണ്ട് താൻ പുറകോട്ട് തിരിഞ്ഞ് ഒരു കാര്യം പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എന്ത് സംഭവിക്കണമെന്ന് പറഞ്ഞത്. वहां लिखा है, पौलुस ने पीछे मुड़ के बोला, यीशु मसीह का नाम पे क्या होने के लिए बोला. അതിന്റെ 18ാം വചനം. പൗലോസ് മുഷിഞ്ഞത് താൻ എടുത്ത തീരുമാനത്തിലല്ല, തന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ ഒരു ഡിസ്റ്റർബൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു വലിയ പ്രോബ്ലത്തിനെ നോക്കിക്കൊണ്ട് താൻ മുഷിഞ്ഞിട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. पौलुस ने क्या बोला वहां, यीशु मसीह का नाम से इसको छोड़ के. और എഴുതിയിരിക്കുന്ന അതേ സമയത്ത് തന്നെ ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ഇപ്പോൾ മുഷിപ്പ് പൗലോസിനും ശീലാസിനും അല്ല, അവളെ അവിടെ കൊണ്ട് വിട്ടോണ്ടിരുന്ന ചില ശക്തികളുണ്ട്. അവളെ അവിടെ കൊണ്ടേ ആക്കിക്കൊണ്ട് അവളുടെ കഷ്ടത്തിൽ നിന്ന്, അവളുടെ സമ്പാദ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവളെ കൊണ്ട് സമ്പാദിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളോടെ ഉണ്ടായിരുന്നു. ഓ लड़की को वहां छोड़ने के लिए जो लोग आया, अब उन लोगों को क्या हो गया करके लिखा, वो लोग बहुत परेशानी हो गया. क्योंकि अभी तक ये औरत के जीवन से हम पैसा कमाते थे, अभी वो नहीं हो पाएगा. जैसे कि हमारे जीवन में कुछ अच्छा होता है ना, लोगों को हमको पीछे खींचने वाले लोगों को ऐसा ही होता है. तुरंत क्या कर दिया, അതിനുശേഷമുള്ള കഥ എങ്ങനെയാണ്, പൗലോസിനെ ശീലാസിനെ അവരെ ബന്ധിച്ചുകൊണ്ട് ജയിലിൽ അടച്ചു. നമുക്ക് അതിന്റെ 25ാം വചനം വായിക്കാം. അയ്യോ പढ़ेंगे उसका 25वां वचन. ഇപ്പോൾ പ്രാർത്ഥന വേറൊരു കാര്യമായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ പ്രാർത്ഥിക്കുവാനായിട്ടാണ് കടന്നു വന്നത്. वो लोग सिर्फ आराधना करने के लिए आया. जब मुसीबत आया और जब उन लोगों को जेल के अंदर डाला, प्रार्थना के साथ आराधना भी शुरू हो गया. അവിടെ പ്രാർത്ഥന മാത്രമായിട്ടല്ല കാണുന്നത്, അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ടിടയായി. ഈ കഥ നമ്മോട് പറയുന്നത് പൗലോസിന്റെ അനുഭവം, ശീലാസിന്റെ അനുഭവം നമ്മോട് പറയുന്നത്, ജീവിതത്തിൽ മടുപ്പിന്റെ മുഷിപ്പിന്റെ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ മുഷിഞ്ഞ് ഇരുന്നു പോകുന്നവരായിട്ടല്ല, ആ മുഷിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ആരാധന നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ, അതിന്റെ താഴത്തേക്കുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാനായിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ദൈവം തക്കതുപോലെ ചെയ്തെടുത്തു എന്നാണ് വെച്ചിരിക്കുന്നത്. അവർ വന്നത്, നമ്മൾ ഇതിന്റെ പശ്ചാത്തലം വായിച്ചു നോക്കുമ്പോൾ ചരിത്രപരമായി എഴുതിയിരിക്കുന്നത്, അവർ വിചാരിച്ചു വന്നത് ഒരു വലിയ ആളുടെ അടുത്ത് പോയി സുവിശേഷം അറിയിക്കണമെന്ന വിചാരത്തിലല്ല. ആ ഒരു ചെറിയ വില്ലേജിൽ ചെന്ന് അവിടെ എങ്ങനെയെങ്കിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. പക്ഷെ ദൈവം നിരച്ചു വെച്ചിരുന്നത് ഒരു വലിയ കാര്യമാണ്, ഒരു വലിയ വിടുവിപ്പിന്റെ കാര്യമാണ് ദൈവം നിരച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ചെറിയ ചെറിയ ഡിസ്റ്റർബൻസസ്, ആ ഒരു മുഷിപ്പിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയത്. അപ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനത്തെ മുഷിപ്പിക്കുവാനായിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കി നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് 18ാം വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് പറയണമെങ്കിൽ നമ്മൾ ആ വിശ്വാസത്തിന്റെ വചനം ഉണ്ടാകണം.
നമ്മൾ പല പ്രാർത്ഥനാ വിഷയങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കണം, എത്ര വിശ്വാസത്തോടെയാണ് ഞാൻ ആ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്റെ മമ്മിയോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഇല്ല ഞാൻ ഒരു പാസ്റ്ററാണ്, വലിയ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരാളാണെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നടക്കോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് നടന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അപ്പോൾ പ്രാർത്ഥിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അത് അങ്ങനെ തന്നെ സംഭവിപ്പിക്കും. അതിനുശേഷം എഴുതി വെച്ചിരിക്കുന്ന അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? 26-ാം വചനം. എല്ലാവരുടെയും ചങ്ങല, അവരുടെ രണ്ടുപേരുടെയും മാത്രമല്ല, അവിടെ എത്ര പേരുണ്ടായിരുന്നോ എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അവിടെ ഉണ്ടായിരുന്ന ആ വലിയ അധിപതിക്ക് തോന്നിയത്, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, കാരണം ഞാൻ ഇവിടെ എനിക്കൊരു കർത്തവ്യം തന്നു വെച്ചിരുന്നു, അത് പൂർത്തീകരിക്കുവാൻ എന്നെ കൊണ്ട് പറ്റിയില്ല എന്ന് വിചാരിച്ച് താൻ തന്റെ സ്വന്തം വാളാൽ തന്നെത്താൻ കൊല്ലുവാൻ ശ്രമിച്ച സമയത്താണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ സേഫ് ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ ആരും എങ്ങും പോയിട്ടില്ല. പിന്നെ അതിന്റെ ഇംഗ്ലീഷ് വചനങ്ങൾ വായിക്കുമ്പോൾ ഇതിന്റെ അവിടെ എഴുതിയിരിക്കുന്നത് യജമാനനെ എന്നാണ്. അങ്ങനെ എഴുതിയിരിക്കുന്നത് 29. യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ. അപ്പോൾ ആ ബാല്യക്കാരത്തി ആ ദേശക്കാരോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്, ഇവർ വന്നിരിക്കുന്നത് രക്ഷയുടെ മാർഗം. അത് ആർക്കാ ഇപ്പൊ മനസ്സിലായത്? അത് ആർക്കാ മനസ്സിലായത്? ജയിലിൽ ഇവരെ അടച്ചു കഴിഞ്ഞതിന് ശേഷം അതിന്റെ കാവലായി നിന്നിരുന്ന യജമാനന് ഈ കാര്യം മനസ്സിലായി. അപ്പോൾ ആ യജമാനൻ ഇവരെ വിളിക്കുകയാണ്, യജമാനന്മാരെ ഈ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ. അപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ കാര്യം ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, വിശ്വാസത്തിൽ ഞാനും നിങ്ങളും ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ വിചാരിക്കത്തില്ല ഇവർ ഒരിക്കലും ഈ വചനത്തിലേക്ക് കടന്നു വരുന്നവരായിരിക്കുമെന്ന്. പക്ഷെ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഈ സഭയിൽ ഇല്ല, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ സഭയിലേക്ക് വിശ്വാസികൾ ഇല്ലെങ്കിൽ ഈ വിശ്വാസത്തിലേക്ക്, ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് പലരും കടന്നു വരുന്നവരായി തീരും. അവർ നമ്മളോട് വന്ന് ചോദിക്കും, ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഈ സഹോദരൻ, ഞാനും എന്റെ അവിടെ ഞാൻ ദൈവവേലയിൽ നടത്തി 20 സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ സാക്ഷ്യം പറയാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 മണിക്കൂർ അവർ എന്ന് പറയും. അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് അവർ പറയുന്നവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നായിരിക്കും. കാരണം വിശ്വാസം അവരെ എങ്ങനെ നിലനിർത്തി എന്നുള്ളതാണ്. ഞങ്ങളുടെ 20 പേര് നിന്ന് ഫ്രീ ആയിട്ട് പഠിക്കുന്നുണ്ട്. പലരും കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞത്, ഈ വചനം കൊണ്ട് ഒരു ഉപയോഗം ഇല്ല എന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞാണ്. പക്ഷെ അതിനുശേഷം ഈ വചനത്തിന്റെ അർത്ഥം, ഈ വചനത്തിന്റെ പ്രവർത്തികൾ അവർ അനുഭവിച്ചപ്പോൾ ഇപ്പൊ അവർ പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ സ്ഥലത്ത് പോയി ഈ രക്ഷയുടെ മാർഗത്തെ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ആ കടമ അവരുടെ മേളിൽ ഇട്ടിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നത്. അപ്പോൾ എന്റെയും നിങ്ങളുടെയും മുകളിൽ ഇട്ടിരിക്കുന്ന ഒരു കടമയാണ് ഈ രക്ഷയുടെ മാർഗം. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം. പൗലോസും ശീലാസും വിചാരിച്ചതുപോലെ അല്ല ഇവിടെ കഥകൾ മുന്നോട്ട് പോയത്, ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് നടന്നത്. അവർ പ്രാർത്ഥിക്കാനിരിക്കാം എന്ന് വിചാരിച്ച സന്ദർഭത്തിൽ അല്ല അവർ പ്രാർത്ഥിച്ചത്. അവർ ആരാധിക്കണമെന്ന് വിചാരിച്ചവരല്ല, പക്ഷെ അവർ ജയിലിൽ പോകണമെന്ന് വിചാരിച്ചവരല്ല. പക്ഷെ പ്രാർത്ഥനയും ആരാധനയും ഉണ്ടായത് ഒരു ബന്ധനത്തിന്റെ അവസ്ഥയിലാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് ആരാധിച്ചപ്പോൾ അവരുടെ ചങ്ങലകൾ മാത്രമല്ല, അവിടെ ബന്ധിക്കപ്പെട്ടിരുന്ന ഓരോരുത്തരെയും ചങ്ങലകൾ മുറിഞ്ഞു മാറുവാനായിട്ടിടയായി തീരുന്നു. അവരൊരിക്കലും വിചാരിച്ചതല്ല. അവിടെയുള്ള യജമാനൻ ഈ കാര്യം ചോദിച്ചുകൊണ്ട് ഇവരുടെ പക്കലേക്ക് കടന്നു വരുമെന്ന്. അത് മുന്നോട്ടുള്ള കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വചനത്തെ ഈ ഒരു ചെറിയ ഒരു ചിന്തയെ ചുരുക്കായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ആ യജമാനനും അദ്ദേഹത്തിന്റെ കുടുംബവും എല്ലാവരും ദൈവത്തെ അറിഞ്ഞ വെള്ളത്താൽ സ്നാനമേറ്റു. 17-ാം അധ്യായത്തിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത് ഇതിന്റെ തുടർ കഥകളാണ്. നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നിന്ന് പൗലോസിന്റെ ശിലാസിന്റെയും ഈ ഒരു അവരുടെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. എടുത്ത തീരുമാനത്തെ മറിച്ചു കളയുവാൻ, മുഷിപ്പിച്ചു കളയുവാൻ പല ചിന്തകൾ, പല ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം.
അതിനെ വിശ്വാസത്തോടെ, അതിനെ ശക്തിയോടെ പുറംതിരിഞ്ഞ് അതിനെ ശാസിക്കുവാനുള്ള ബലത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ്. അതിനുവേണ്ടി നമ്മൾ ബലം പ്രാപിക്കേണ്ടവരായി തീരണം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വിടുതലിന് വേണ്ടി മാത്രമല്ല. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കഷ്ടനഷ്ടങ്ങൾ കടന്നു വരുന്നത് ഇതിന്റെ സാക്ഷ്യം മറ്റുള്ളവർ അറിഞ്ഞ് അവരും ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരേണ്ടവരാണ്. ആ അർത്ഥം, ആ ഒരു സാരം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടങ്ങൾ, എന്തൊക്കെ നഷ്ടങ്ങൾ കടന്നു വന്നാലും നമ്മൾ ഒരിക്കലും പിന്തിരിഞ്ഞു പോകത്തില്ല. हालेलुया। हमारे जीवन में कोई भी मुसीबत आने पाए, वो बंदीगृह का अनुभव भी आने पाए, पीछे मुड़ के जाने के लिए नहीं। जो प्रभु को हम जाना, वो हर जंजीरों को तोड़ने वाला सामर्थ्यशाली परमेश्वर है। उनको आराधना करने के लिए हम आया तो कोई भी मुसीबत होगा, मैं उनको देखकर बताऊंगा यीशु मसीह का नाम से मुझको छोड़कर चले जा, और जरूर वो ही समय चले जाता है। ये वचन हमें, ये बातें हमें सिखाता है। हालेलुया। ഞാൻ 2.5 വർഷക്കാലമായിട്ട് ദൈവത്തിന്റെ വേലയുമായിട്ട് അവിടെ കേരളത്തിലായിരിക്കുന്നു. ഞാൻ നനച്ചതല്ല, ഞാൻ ചിന്തിച്ചതല്ല, ദൈവം എന്നെ കൊണ്ട് നിർത്തിയതാണ്. ദൈവം എന്നെ നിർത്തിയതാണെന്നുള്ള വിശ്വാസത്തിൽ ഈ 2.5 വർഷക്കാലം ഇവിടെ ആകുവാൻ ദൈവം എനിക്കും കൃപ തന്നു. ദൈവത്തിന്റെ കൃപ, ദയ, കരുണ ഒന്നുകൊണ്ട് മാത്രം ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നു. വരും കാലങ്ങളിൽ എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഇതാണ്, ഇവരെ പോലെ പലരെയും ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് അവരെ വചനത്തിൽ ട്രെയിൻ ചെയ്ത് അവർ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യാശ ദീപം ചേപ്പാട് എന്നാണ് അവിടെ കുഞ്ഞു കുട്ടികൾ മുതൽ ബൈബിൾ കോളേജിലുള്ളവർ വരെ അവിടെ കടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് പഠിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും അവിടെ ദൈവത്തിന്റെ വേല മുന്നോട്ട് കടന്നു പോകാനായിട്ട് പ്രാർത്ഥിക്കുക. ഞാനും ഈ വചനത്തിൽ പഠിച്ച ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ദൈവവേലയിലായിരിക്കുമ്പോൾ എന്നെയും മുഷിപ്പിച്ച് കളയുവാനായിട്ട് പല കാര്യങ്ങൾ കടന്നു വന്നപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പ്രേരിപ്പിച്ച കാര്യം ഇതാണ്, നീ നിന്നതല്ല, ഞാൻ നിർത്തിയതാണ്. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ ലേഖനം എഴുതുമ്പോൾ ഏത് അധ്യായത്തിന്റെ 1:1 എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ അപ്പോസ്തലനായ പൗലോസ് എന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഒരു ചിന്തയാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ നഷ്ടത്തെയും സങ്കടത്തെയും ആ ശക്തിയാൽ മുന്നേറിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്താൽ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥനയാൽ ഈ ദൈവത്തിന്റെ വചനത്തെ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഈ വചനത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ, ഇന്ന് ഞാൻ ഈ കേട്ട വചനം അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ എന്റെ ചില കഷ്ടത്തിന്റെ, എന്റെ ചില മുഷിപ്പിന്റെ അവസ്ഥകളിൽ മേൽ ഈ വചനത്താൽ ജയം പ്രാപിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ മാത്രമല്ല, എന്റെ പുറകെയുള്ള പലരുമുണ്ട്. ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ പലരുമുണ്ട്. എന്റെ ജീവിതത്തിൽ ചില ചങ്ങലകൾ പൊട്ടിമാറുന്നത് കണ്ട് അവർ ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തല്ല, അങ്ങ് എന്നെ എവിടെ നിർത്തുന്നുവോ അവിടെ വിശ്വാസതയോടെ നിൽക്കുവാനായിട്ട് എന്നെ അങ്ങെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം കേട്ട ഓരോ ഹൃദയങ്ങളെയും അടിയനെ ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിച്ചുകൊണ്ട് ഈ സഭയെ ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിച്ചുകൊണ്ട് വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ വിശ്വാസത്തോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുവാനാണ് പിതാവേ. ആമേൻ. ആമേൻ.